പുതിയ KPCC അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറാൻ സന്നദ്ധനല്ല എന്ന് കെ സുധാകരൻ ഇന്നലെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇത് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആന്റോ ആന്റണിക്ക് പുറമെ സണ്ണി ജോസഫ്, റോജി എം ജോൺ എന്നീ പേരുകളും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് സൂചന. കേരളത്തിൽ നിന്ന് KC വേണുഗോപാൽ ഡൽഹിയിൽ മടങ്ങിയിരുന്നു. വിശദാംശങ്ങളുമായി അമൽ തേനംപറമ്പിൽ ചേരുന്നു. അമൽ, ഇതിനിടയ്ക്ക് ഇപ്പോഴത്തെ നിലവിലെ KPCC പ്രസിഡന്റുമായി ഒരു അനുനയ ചർച്ചകൾക്കും സാധ്യത നിലനിൽക്കുന്നില്ലേ? മോദി ഇന്നലെ KPCC പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവന ഉണ്ടാക്കിയ ഒരു തലവേദന ഹൈക്കമാൻഡിന് മുന്നിലുണ്ട്. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറാനില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് കെ സുധാകരനെ ഏകപക്ഷീയമായി മാറ്റിക്കൊണ്ടൊരു തീരുമാനം വന്നാൽ ഒരുപക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ടിടത്ത് ഭിത്തിയിൽ കാണുന്ന സുധാകരൻ അനുകൂലമായ പോസ്റ്റർ മാറി അത് തെരുവിലേക്ക് ഇറങ്ങുമോ എന്നൊരു ഭയം കൂടി ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനാൽ തന്നെ കെ സുധാകരനുമായി ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. KPCC ഓഫീസിലേക്ക് വന്നിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല, നിങ്ങൾ വീട്ടിൽ പോയി ചായ കുടിച്ച് കിടന്നോളൂ എന്ന് പറഞ്ഞ് സുധാകരൻ പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചർച്ച നടന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ പോലെ ഒരു രീതിയല്ല ഇന്നത്തെ പ്രതികരണത്തിലുണ്ടായിരുന്നത്. അതോടൊപ്പം ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിലും ഏകദേശം ഉറപ്പാവുകയാണ്. ആന്റോ ആന്റണിയുടെ പേരിനെ മുൻനിർത്തി തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട്. നേതൃമാറ്റത്തിൽ പ്രതികരണമില്ലെന്ന് കെ സുധാകരൻ. ഒന്നും പറയാനില്ല മക്കളെ, കടും ചായയും കുടിച്ചിട്ട് ഉറങ്ങൂ എന്ന് സുധാകരൻ പ്രതികരിച്ചു. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. ചെല്ലും.